നിയമപാഠം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് CR അജയ്കുമാർ. മാന്യ ശ്രോതാക്കൾക്ക് നിയമപാഠത്തിലേക്ക് സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് CR അജയ്കുമാർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസിഗർ 107.8. നിയമപാഠം സാധാരണക്കാരിലേക്ക് നിയമവിജ്ഞാനം എത്തിക്കുവാനുള്ള റേഡിയോ ബെൻസിഗറിൻ്റെ ഒരു എളിയ ശ്രമമാണ്. നമുക്ക് ചുറ്റും നിരവധി വിഷയങ്ങളും പ്രശ്നങ്ങളും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ നിയമസാക്ഷരത ഒരു ആവശ്യമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഏതൊരാളും നിയമത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നുള്ള ബോധ്യം പൊതുസമൂഹത്തിന് ഇന്ന് രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിയമപാഠം എന്ന പ്രോഗ്രാം പ്രസക്തമാകുന്നു. നിസാറും അബ്ദുള്ളയും സുഹൃത്തുക്കളാണ്. നിസാർ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു. ലീവിനാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. നാട്ടിൽ ലീവിന് വന്ന നിസാർ പിന്നീട് ഗൾഫിലേക്ക് തിരിച്ചു പോയതേയില്ല. നാട്ടിലുള്ള തൻ്റെ സുഹൃത്തായ അബ്ദുള്ളയെ ഇടയ്ക്ക് കാണാറുമുണ്ട്. അപ്പോൾ അബ്ദുള്ള ഒരു ദിവസം നിസാറിനോട് വന്നിട്ട് ഒരു ആവശ്യം ചോദിക്കുകയാണ്. മറ്റൊന്നുമല്ല, നിസാറെ, നീ ഇനിയിപ്പോൾ ഗൾഫിലേക്കൊന്നും പോകുന്നില്ലല്ലോ, നാട്ടിൽ തന്നെ നിൽക്കുകയാണല്ലോ. അതെ, ഞാൻ നാട്ടിൽ തന്നെ നിൽക്കുകയാണ്, പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല, നാട്ടിൽ ചെറിയൊരു ബിസിനസ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അബ്ദുള്ള അപ്പോൾ തൻ്റെ ഒരു ആവശ്യം അങ്ങോട്ട് പറയുന്നു. എനിക്കൊന്ന് ഗൾഫിൽ പോകണം, പക്ഷേ എൻ്റെ പാസ്പോർട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉപയോഗിക്കാൻ കഴിയുകയില്ല, അത് വാലിഡിറ്റി കഴിഞ്ഞു പോയി. പകരം നിൻ്റെ പാസ്പോർട്ട് ഒന്ന് തരുമോ? നിസാർ ആലോചിച്ചു. ഞാനിനി ഗൾഫിൽ പോകേണ്ട കാര്യമില്ലല്ലോ, എനിക്കിനിപ്പോൾ പാസ്പോർട്ട് കൊണ്ട് പ്രത്യേകിച്ച് ഗുണവുമില്ല, പാസ്പോർട്ട് എൻ്റെ കൈവശം ഇരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ സംഗതിയുമല്ല. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് എൻ്റെ സുഹൃത്തായ അബ്ദുള്ളയ്ക്ക് കൊടുക്കാമെന്ന് നിസാർ തീരുമാനിക്കുന്നു. നിസാർ പാസ്പോർട്ട് തൻ്റെ സുഹൃത്തായ അബ്ദുള്ളയ്ക്ക് നൽകുന്നു. അബ്ദുള്ള അതുപയോഗിച്ച് ഗൾഫിലേക്ക് പോകുന്നു. പെട്ടെന്നൊരു ദിവസമാണ് നിസാറിനെ തിരക്കി 2 പോലീസുകാർ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. മറ്റൊന്നുമല്ല കാരണം, നിസാറിൻ്റെ പാസ്പോർട്ട് ഉപയോഗിച്ച് അബ്ദുള്ള ഗൾഫിൽ പോയിരിക്കുന്നത് ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റമാണ്. തല വെട്ടിമാറ്റി പോവുക എന്നൊക്കെ പറഞ്ഞ് പണ്ട് നാട്ടുഭാഷയിൽ പറഞ്ഞു വരുന്ന ഒരു രീതിയായിരുന്നു ഇത്. പക്ഷേ വർത്തമാനകാലത്ത് വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യം കൂടിയായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. നമ്മളുടെ പാസ്പോർട്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ പൗരന്മാരുടെയും മറ്റ് ആളുകളുടെയും ഇന്ത്യയിൽ നിന്നുള്ള വിട്ടുപോകൽ ക്രമപ്പെടുത്തുന്നതിന് പാസ്പോർട്ടുകളും യാത്രാരേഖകളും നൽകുന്നതിനും അതിനുള്ള സഹായമായ വിഷയങ്ങൾക്കും വ്യവസ്ഥ ചെയ്തിരിക്കുന്ന ഒരു ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ട്. പാസ്പോർട്ട് ആക്ട് 1967 എന്നാണ് അതിൻ്റെ പേര്. ഈ ആക്ടിനെ പാസ്പോർട്ട് ആക്ട് 1967 എന്ന് ചുരുക്കി പറയാറുമുണ്ട്. ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിക്കുന്നതും ഇന്ത്യക്ക് വെളിയിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് കൂടി ബാധിക്കുന്നതുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിട്ടുപോകൽ എന്നുള്ള പദം 1967 ഇന്ത്യൻ പാസ്പോർട്ട് ആക്ടിൽ വളരെ കൃത്യമായി നിർവചിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ജലമാർഗമോ കരമാർഗമോ വായുമാർഗമോ ആയ വിട്ടുപോകലുകൾ എല്ലാം തന്നെ പാസ്പോർട്ട് ആക്ടിൻ്റെ കീഴിൽ വിട്ടുപോകലുകളായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്നുള്ള വിട്ടുപോകലിനുള്ള പാസ്പോർട്ട് അല്ലെങ്കിൽ യാത്രാരേഖ ഏതൊരാളും ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുകയോ വിട്ടുപോകുവാൻ ശ്രമിക്കുകയോ അതിലേക്കുള്ള സാധുവായ ഒരു പാസ്പോർട്ടോ യാത്രാരേഖയോ ഉണ്ടായിരിക്കണം എന്ന് വളരെ കൃത്യമായും പാസ്പോർട്ട് ആക്ട് 1967 ചൂണ്ടിക്കാണിക്കുന്നു. നിരവധി വിഷയങ്ങൾ പാസ്പോർട്ട് ആക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ചുറ്റുപാടിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിയൽ രേഖ കൂടിയാണ് പാസ്പോർട്ട് എന്നുള്ളതാണ് വാസ്തവം. പാസ്പോർട്ടിനെ സംബന്ധിച്ച്, പാസ്പോർട്ടിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ നിയമധാരണ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു പാസ്പോർട്ട് ആക്ട് 1967. ഈ വിഷയത്തിലേക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മടങ്ങി വരാം.